ഹായ്, എൻ്റെ പേര് ഷാഹിദ. എൻ്റെ നാട് കർണാടക മംഗലാപുരമാണ്. ഞാൻ സ്വീസ് ഹോം അക്കാഡമിയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ടീച്ചറാണ്. നമ്മൾ സ്വീസ് ഹോം അക്കാഡമിയിൽ ഫ്രീ ആയിട്ട് 3 ദിവസത്തിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നിങ്ങൾക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ എന്തെല്ലാം സാധനങ്ങൾ യൂസ് ചെയ്യും, ആ യൂസ് ചെയ്യുന്ന സ്കെയിലുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു നൈറ്റി കഫ്താൻ മാക്സിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ കഫ്താൻ മാക്സി അടിക്കുന്നത്. ഇതിൽ 3 മീറ്റർ തുണിയുണ്ട്. ഇത് 3 മീറ്ററുള്ള ഒരു തുണിയാണ്. ഇതിപ്പോൾ മടക്കിയിട്ടുണ്ട്. ഈ 3 മീറ്റർ തുണി കൊണ്ട് ഞങ്ങൾ ഒരു XXL സൈസുള്ള ഒരു കഫ്താൻ മാക്സി അടിക്കും. നമുക്ക് ഏത് സൈസുള്ളവർക്കും ഈ XXL സൈസ്, കൂടുതൽ XXL സൈസുള്ളവർക്കാണെങ്കിൽ ഈ മാക്സി നിങ്ങൾക്ക് ലൂസായിട്ട് ചെയ്തിട്ടും ഇടാൻ പറ്റും. കഫ്താൻ മാക്സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര തടിയുള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന മാക്സിയാണ്. അതുപോലത്തെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിയാണ് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എന്തെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് നമ്മുടെ സ്ട്രൈറ്റ് സ്കെയിലാണ്. ഇപ്പോൾ ഈ സ്കെയിലുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ എല്ലാ സ്കെയിലുകളും എടുത്ത് യൂസ്ഫുള്ളായിട്ട് വരും. ഓഫ്ലൈൻ ആയാൽ നിങ്ങൾക്ക് അടുത്ത് വന്ന് ഞങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് മാർക്കിങ് ചെയ്യുന്നത്, ഏത് ഷേപ്പിൽ വരയ്ക്കുക, അതൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഓൺലൈൻ ആയാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കഫ്താൻ മാക്സിയിലും ഈ സ്കെയിൽ നമുക്ക് യൂസായിട്ട് വരും. അത് നിങ്ങൾക്ക് അതിൽ മാർക്കിങ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കും. അപ്പോൾ ഇന്ന് യൂസായിട്ട് വരുന്ന ഓരോ സാധനങ്ങളുടെ ഡീറ്റെയിൽ പറയാം. ഇത് ഞങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ്, ഇത് സ്ട്രൈറ്റ് സ്കെയിലാണ്. ഈ സ്കെയിൽ കൊണ്ട് നമുക്ക് സ്ട്രൈറ്റായിട്ട് ഒരു വര വരച്ച് കൊടുക്കാൻ പറ്റും. ഇത് L ഷേപ്പാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇത് ഞാൻ വാങ്ങാൻ പറയുന്നില്ല. ഇത് ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരു ഡ്രസ്സിൻ്റെ അളവിലേക്ക് എങ്ങനെ അതിൻ്റെ ലെന്ത് നമുക്കൊരു കറക്റ്റായിട്ടൊരു മൂല കിട്ടണമല്ലേ, ഈ പോയിൻ്റ് എടുക്കാനാണ് നമ്മൾ ഈ സ്കെയിൽ എടുക്കുന്നത്. നെക്സ്റ്റ്, ഇത് ഹിപ്പ് കർവ് സ്കെയിലാണ്. ഇത് നിങ്ങൾക്ക് ഷേപ്പൊക്കെ വരയ്ക്കാൻ, ലെന്തായിട്ടുള്ളത്, പിന്നെ ചുരിദാർ ടോപ്പിലേക്ക് ഷേപ്പ് വരയ്ക്കാനും ബോഡി ഷേപ്പ് വരയ്ക്കാനും പിന്നെ ബ്ലൗസിലേക്കും ഈ സ്കെയിൽ യൂസ്ഫുള്ളാണ്. ഇത് പാൻറ്റിൻ്റെ അളവിലേക്കാണ്, പാൻറ്റിൻ്റെ മാർക്കിങ്ങിലേക്ക്. ഇത് ലെഗ് കർവ് സ്കെയിലാണ്. ഈ സ്കെയിൽ യൂസ്ഫുള്ളാണ്. ഇത് നിങ്ങൾക്ക് കർവ് സ്കെയിലാണ്. ഈ കർവ് സ്കെയിൽ കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് യൂസ്ഫുള്ള് ഈ കർവ് സ്കെയിലാണ്. ഈ കർവ് സ്കെയിലിൽ ആം ഹോൾ എടുക്കാൻ പറ്റും, നെക്ക് എടുക്കാൻ പറ്റും, എല്ലാം നമുക്ക് റൗണ്ടായിട്ട് നല്ലൊരു ഷേപ്പ് വരയ്ക്കുന്നത് എല്ലാം ഈ കർവ് സ്കെയിലിലാണ്. നെക്സ്റ്റ് വരുന്നത് ഫ്രഞ്ച് കർവ് സ്കെയിലാണ്. ഇതാണ് കഫ്താൻ മാക്സി. ഈ മാക്സിയാണ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കയറ് വരും. ഇതാണ് ഈ കയറാണ് ഫ്രണ്ടിൽ ടൈറ്റായിട്ട് വലിച്ച് കെട്ടുന്ന കയറ്. ഈ കയറ് കൊണ്ട് നമ്മൾ വേസ്റ്റിൽ കെട്ടുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ സ്റ്റിച്ച് വരും. ഇത് പുറത്ത് സ്റ്റിച്ചാണ് വരുന്നത്. ഇതാണ് സ്റ്റിച്ചിങ്. ഇത് ഇവിടെ ഓപ്പൺ വരും. ഇവിടെ ഇതുപോലെ ഓപ്പൺ വരും. ഇത് ഓപ്പണാണ്.
ഇവിടെ സ്ലീവ്, നമ്മുടെ സ്ലീവ് കൈ പുറത്തെടുക്കാനുള്ള ഈ ഹോളാണ്. ഇത് സ്ലീവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഈസി ആയിട്ട് പഠിക്കാം. കഫ്താന് മാക്സി അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും. ഇതിൽ ഫുള്ള് ലെന്ത് വരും, ആർം ഹോൾ വരും, ചെസ്റ്റ് വരും, വേസ്റ്റ് ലെന്ത് വരും, വേസ്റ്റ് വരും. പിന്നെ നിങ്ങൾക്ക് നെക്കും നെക്കിൻ്റെ വീതിയും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കുമാണ് ഇതിലേക്ക് അളവ്. പിന്നെ ബാക്കി അളവ് ഇതിലില്ല. ഈസി ആയിട്ട് ഒരു നൈറ്റി എങ്ങനെയാണ് മാർക്കിങ്ങും കട്ടിങ്ങും ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞങ്ങൾ തുണി മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. ഇതിപ്പോൾ ഈ 3 മീറ്റർ തുണിയുണ്ട്. ഫുള്ളായിട്ടുള്ള ഈ 3 മീറ്റർ തുണിയാണ്. ഇതിന് ഞങ്ങൾ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ മടക്കി കൊടുക്കണം. വീതിയിലേക്ക് ഇതിൻ്റെ തുണിയുടെ വീതിയാണ്. ഇത് തുണിയുടെ വീതിയാണ്. ഈ വീതിയിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നതാണ്. വീതിയിലേക്ക് തന്നെ മടക്കി കൊടുക്കുന്നതാണ്. ഇതുപോലെ മടക്കിയിട്ട് വീതിയിലേക്ക് തന്നെ മടക്കിയിട്ട് ഫുള്ളായിട്ട് ലോങ് ആയിട്ടുള്ളത് 3 മീറ്റർ തുണിയെയും അതേപോലെ മടക്കി പിടിക്കുക. മടക്കിയിട്ട് നീളത്തിലേക്ക് മടക്കി കൊടുക്കണം. പിടിച്ച് മടക്കി കൊടുക്കാം. ഇങ്ങനെ നീളത്തിലേക്ക് മടക്കി പിടിക്കുക. ഇനി മടക്കിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മടക്കി വെക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ്? ഇതിൽ മടക്കുള്ള ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡാണ് വെക്കേണ്ടത്. നമ്മൾക്ക് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കൂലേ, ആ മാർക്ക് ചെയ്യാൻ ഞങ്ങൾ നിൽക്കുന്ന ഭാഗമാണ് മടക്കി വെക്കുന്നത്. ഇത് മടക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാ സൈഡും ഒരേ ലെവൽ വേണം. നമ്മൾ മടക്കി വെക്കുമ്പോൾ എല്ലാ സൈഡും ഒരേ ലെവലായിട്ട് ഞങ്ങൾ ഇതുപോലെ മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി കൊടുത്ത് കറക്റ്റ് ലെവലായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചു. ഇവിടെ 2 മടക്ക് വരും. ഇവിടെ 2 മടക്ക്, മുകളിൽ 1 മടക്കും. ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് 4 ഓപ്പണാണ് വരേണ്ടത്. കറക്റ്റായിട്ട് ഒരേ ലെവൽ പോലെ 4 സൈഡും ഒരേ ലെവൽ വേണം കേട്ടോ. ഒരു തുണിയും ചെറുതായിട്ട് വന്നാൽ നമ്മുടെ ഷേപ്പ് മാറിപ്പോവും. അതുകൊണ്ട് ഒരേ ലെവൽ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്ത് ഞങ്ങൾ ലെന്ത് മാർക്ക് ചെയ്യാം. ലെന്ത് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ ലെന്ത് എടുക്കുന്നത് നമ്മൾ താഴെ നിന്ന്, അവിടെ താഴെ കാണുന്നുണ്ടല്ലേ, അതുപോലെ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ലെന്ത് എടുക്കുന്നത്. അപ്പോൾ ലെന്ത് എടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ, 2ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ട് മാർക്കിംഗ് ഒക്കെ കാണിച്ചു തരും.